ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നീഡ്സിനെ കുറിച്ചാണ്. നീഡ്സ് എന്നാൽ മലയാളത്തിൽ ആവശ്യങ്ങൾ എന്ന് പറയാം. സോ വാട്ട് ഈസ് എ നീഡ്? ആവശ്യകത എന്നാൽ എന്താണ്? നീഡ് എന്ന പദം ഒരു സൈക്കോളജിക്കൽ ടേമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നീഡ് ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ്. നീഡ് എന്നത് ഒരു അത്യാവശ്യ ഘടകമാണ്. ഇറ്റ് ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ്. നമ്മെ മുൻപിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് നീഡ് അല്ലെങ്കിൽ ആവശ്യം. സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ബുദ്ധൻ്റെ ഒരു വചനമുണ്ട്, ഡിസയർ ഈസ് എ കോസ് ഓഫ് ഓൾ ഈവിൽസ്. എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ആശയാണ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. അപ്പോൾ ആഗ്രഹം എന്താണ്, നീഡ് എന്താണ്? സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നീഡ് ആൻഡ് ഡിസയർ. നീഡ് ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ്. നമ്മെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഘടകമാണ് നീഡ് അല്ലെങ്കിൽ ആവശ്യകത. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള നീഡുകൾ, അതിലേതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഏതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊന്നിലാണ് നമ്മൾ പിൻ പോയിന്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഗ്മെന്റിൽ ചർച്ച ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് നീഡുകളാണ്. സോ ദാറ്റ് ഈസ് ഫോർ ദ സർവൈവൽ. നിലനിൽപ്പിന് വേണ്ടിയുള്ള ആവശ്യങ്ങളാണ് ബേസിക് നീഡ്സ്. ഇപ്പം നമ്മൾ ചെറുതിലെ പഠിച്ചിട്ടുണ്ട്, ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഈ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഭൂമിയിലുള്ള സർവൈവൽ അല്ലെങ്കിൽ നിലനിൽപ്പിന് ആവശ്യമായ 3 ഘടകങ്ങളാണ്. 1 ആഹാരം, 2 വസ്ത്രം, 3 പാർപ്പിടം അല്ലെങ്കിൽ ഒരു വാസസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഏറ്റവും വലിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, ചന്ദ്രയാൻ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ അന്യഗ്രഹങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നു, ഇന്റർസ്റ്റെല്ലാർ തുടങ്ങിയ പദങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പോലും പല ഗോത്ര സമൂഹങ്ങളിലും ഈ പറഞ്ഞ 3 ബേസിക് നീഡുകൾ മാത്രം സ്വർഗീയമായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാതിരിക്കുക. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന പല കാര്യങ്ങളും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത മനുഷ്യവിഭാഗങ്ങളും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ബേസിക് നീഡുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. സോ ബേസിക് നീഡുകൾ കംഫർട്ടബിളായി ചിലർക്ക് ബൈ ബർത്ത് നമുക്ക് കിട്ടും. നമ്മൾ തന്നെ പറയാറുണ്ട്, ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനെന്ന് പറയാറുണ്ട്. അപ്പോൾ ബൈ ബർത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ധാരാളം കാര്യങ്ങൾ കിട്ടുന്നു. മേ ബി ചിലതൊക്കെ പോസിറ്റീവ് ആയിരിക്കാം, ചിലതൊക്കെ നെഗറ്റീവ് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഹാവ് ടു ആക്സെപ്റ്റ്. നമുക്കത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ പാർപ്പിടമില്ലാത്തവൻ പാർപ്പിടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വസ്ത്രങ്ങൾ തന്നെ പല സോർട്ട് ഓഫ് ഡ്രസ്, അല്ലേ? നമ്മൾ ആദ്യം അതിൻ്റെ ഫണ്ടമെൻ്റൽ പേർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ നാണം മറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ വസ്ത്രം എന്ന് പറയുന്നത് ഒരു കോഡായിട്ട് മാറുന്നു ആധുനിക സമൂഹത്തിൽ. ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഒരാളുടെ പേഴ്സണാലിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് ഡ്രസ് കോഡ്. അപ്പോൾ ഇതിനൊക്കെ വലിയ സംകല്പങ്ങൾ. ആഹാരം എന്ന് പറയുന്നു, അപ്പോൾ നമുക്ക് തന്നെ അറിയാം 5 സ്റ്റാർ ഡിഷ്, 7 സ്റ്റാർ, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വളരെ വലിയ തരത്തിൽ ആഹാരം എന്ന് പറയുന്നതിൻ്റെ ലെവലുകൾ എത്തിച്ചേരുന്നു. ഒരു നേരത്തെ ആഹാരം, അല്ലേ, അന്നം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു ചാൺ വയറെന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് തന്നെ വ്യത്യസ്തമായ മനുഷ്യൻ്റെ അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്ന ഘടകങ്ങളാണ്. എന്നിരുന്നാലും ബേസിക് നീഡുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളാണ്. 1 ആഹാരം, 2 വസ്ത്രം, 3 പാർപ്പിടം. അപ്പോൾ ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദീസ് തിങ്സ്, സാധാരണ മനുഷ്യൻ്റെ ഈ ആഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനം അത് നീഡിലേക്ക് ഇൻ്റർമിക്സ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്.
ആഗ്രഹം എന്ന് പറയുന്നത് ആവശ്യകതയിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ, കുത്തിവെക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഹാരം കിട്ടുന്നു, അത് തന്നെ എത്ര നേരം, ഏത് തരത്തിലുള്ള ആഹാരം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിന് ഉപോദ്ബലകമായിട്ട് വരുന്നുണ്ട്, അതിന് അനുസന്ധാനമായിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ബേസിക്കലി പറയുന്നു ദീസ് 3 ആർ the fundamental needs of a person for making his survival in this earth. ഈ ഭൂമിയിൽ നിലനിന്ന് പോകാൻ ആവശ്യമായ ബേസിക് നീഡുകൾ ഇവയാണ്. ഇനി ഈ ബേസിക് നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ യു ബി ഹാപ്പി, നിങ്ങൾ ഹാപ്പി ആണോ എന്നാണ് ചോദ്യം. സോ ഓഫ് കോഴ്സ് നമ്മളായിരിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ദ സെക്കൻഡ് ഫാക്ടർ, ദാറ്റ് ഈസ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സേഫ്റ്റി നീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സുരക്ഷാ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ സുരക്ഷ, നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കണം. സോ ഇത് നമ്മൾ പറയുന്ന കംഫർട്ട് എന്നാണ് പറയുന്നത്. സേഫ്റ്റി നീഡ്സ് എന്ന് നമ്മൾ പറയുന്നത് കംഫർട്ടാണ്. അപ്പോൾ നമ്മുടെ വീട് എപ്രകാരമുള്ള വീടാണ്? നമ്മൾ ആദ്യം വീടിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്, രണ്ടാമത് നമുക്ക് ഒരു വീടുണ്ടായി, ഒരുപക്ഷെ അതൊരു ചെറ്റക്കുടിലായിരിക്കാം. ഫസ്റ്റ് നമ്മൾ വി വെർ വെരി ഹാപ്പി വിത്ത് ദാറ്റ് വൺ. നൗ വി ആർ തിങ്കിങ്, ആർ വി സേഫ് ഇൻ ദിസ് വൺ? നമ്മൾ ഇതിനകത്ത് സേഫ് ആണോ? അപ്പോൾ സേഫ് അല്ല എന്നുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്നു. ദെൻ വി ആർ ഡ്രൈവിംഗ് ഫോർ മോർ തിങ്സ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് മോർ കംഫർട്ടബിൾ. അപ്പോൾ കംഫർട്ട് എന്ന് പറയുന്ന കീ പോയിന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായി കാര്യങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. സോ സേഫ്റ്റി നീഡ്സിൽ നമുക്ക് നോക്കാം. വീണ്ടും വസ്ത്രത്തിൻ്റെ കാര്യം, നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? ചൂട് കാലത്ത് നമ്മൾ ഇടുന്ന വസ്ത്രം ഇതാണോ? അല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുന്ന ഡ്രസ്സ് ഇതാണോ? അപ്പോൾ ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ ആർ യു കംഫർട്ടബിൾ ഇൻ ദിസ് ഡ്രസ്? അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ഡ്രസ്സ് ധരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ചില ഡ്രസ്സൊക്കെ ധരിക്കുമ്പോൾ നമ്മൾ വളരെ സുന്ദരിമാരുമായി മാറുന്നു, പക്ഷേ ചില വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമ്മൾ വളരെ ഡള്ളായിരിക്കുന്നു. സോ ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അത് സൈക്കോളജിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് അതിനകത്തുണ്ട്, സോഷ്യലായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന സേഫ്റ്റി നീഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ സേഫ്റ്റി നീഡ്സ് ഇനി നമ്മുടെ അടുത്ത് നോക്കുമ്പോൾ, ഫുഡിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നു, അപ്പോൾ ആദ്യം നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുമ്പോഴേ വിൽ ബി കംഫർട്ടബിൾ വിത്ത് വാട്ട് എവർ തിങ്സ് വി ഹാവ്. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഇനഫ് ന്യൂട്രീഷ്യസ് ആണോ? ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ? ഇത് എനിക്കൊരു ഹെൽത്ത് ഡയറ്റ് ആണോ? അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ഫോക്കസ് ചെയ്യുന്നു. ബിക്കോസ് വി വോണ്ട് ടു ബി മോർ കംഫർട്ടബിൾ. നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ ആഗ്രഹിക്കുന്നു. ദെൻ വി ആർ തിങ്കിങ് അബൌട്ട് ദ ഹോം. നമ്മുടെ വീടിനെ കുറിച്ച്, വീടിൻ്റെ സുരക്ഷയെക്കുറിച്ച്, അല്ലേ? വീട് ഫ്ലഡ് അഫക്റ്റ് ആവുന്നതാണോ? അത് എർത്ത്ക്വേക്കിനെ പ്രതിരോധിക്കുന്നതാണോ? ഭൂകമ്പം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണോ? തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ നമ്മൾ അതിനകത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. നൗ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ തേർഡ് വൺ. സോ ദാറ്റ് ഈസ് ദ മെൻ്റൽ ഓർ ദ സൈക്കോളജിക്കൽ നീഡ്സ്. മാനസികമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളാണ്. മാനസികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ. അപ്പോൾ ഈ ആവശ്യങ്ങൾ, ആർ യു കംഫർട്ടബിൾ? നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ ആണോ? നിങ്ങളുടെ മൈൻഡിൻ്റെ ലെവലിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അപ്പോൾ നിങ്ങൾക്കുള്ള വീട്ടിൽ നിങ്ങൾക്ക് സുഖകരമായിരിക്കാൻ പറ്റുന്നുണ്ടോ? ആ വീട് നിങ്ങളുടെ മനസ്സിന് ശരിക്കും ഒരു വിശ്രാന്തി തരുന്നുണ്ടോ? സുഖം തരുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്ന ചോദ്യങ്ങൾ. നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് സംഗീതം കേട്ട് സിനിമയിലെ നായകന്മാരും നായികമാരും ഒക്കെ ഇരിക്കുന്നത് പോലെ ബാൽക്കണിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അതുമാതിരി നിങ്ങൾക്ക് ഒരു പ്രപഞ്ചം നിങ്ങളുടെ മുറിക്കകത്ത് നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന നീഡ്സ് വീടിനെ സംബന്ധിച്ച്. അടുത്തത്, മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. സോ യു വിൽ ബി ഓക്കെ ഇഫ് ദീസ് തിങ്സ് ആർ ദെയർ ഇൻ യുവർ റൂം. ഇപ്പോൾ നിങ്ങളുടെ മുറിക്കകത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആവും. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ അത്ര ഹാപ്പി അല്ല. പല സ്കൂൾ സ്റ്റുഡൻസും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഫ് ഐ ഹാഡ് എ ലാപ്ടോപ്പ്, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആകുമായിരുന്നു, എനിക്ക് സ്റ്റഡീസിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ചുകൂടെ കംഫർട്ടബിളായ ലൈറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ രണ്ടാമത്തെ നിലയിൽ എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു റൂം ഉണ്ടായിരുന്നെങ്കിൽ, ആ റൂമിൻ്റെ ജനലിലൂടെ എപ്പോഴും ഇങ്ങനെ തണുത്ത കാറ്റ് വന്നിരുന്നെങ്കിൽ. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഇമാജിനേഷൻ ആണ്. ഭാവനയിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ ആലോചിക്കുന്നു. പലയിടത്തും കണ്ട് പരിചയിച്ച പല കാര്യങ്ങൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. വി ആർ ട്രൈങ് ടു ഇമിറ്റേറ്റ് ദീസ് തിങ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെൻ്റൽ നീഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. വി ആർ ട്രൈങ് ടു ഇമിറ്റേറ്റ് തിങ്സ്. നമ്മൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അറിയാലോ, നമുക്കിപ്പോൾ മൊബൈൽ ഫോൺ, പല കുട്ടികളുടെയും സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ പല ആൾക്കാരുടെയും സ്മാർട്ട് ഫോൺ വളരെ വില കൂടിയ സ്മാർട്ട് ഫോൺ ആയിരിക്കും. പക്ഷേ നമ്മളൊരു കോൾ വിളിക്കാനായിട്ട് ചോദിക്കും, പറയും സോറി ബാലൻസ് ഇല്ല. അല്ലെങ്കിൽ നമ്മളൊരു ന്യൂ ജനറേഷനിലുള്ള ബൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു വാഹനം
അപ്പോൾ ഒരു വാഹനം വാങ്ങുമ്പോൾ ആക്ച്വലി നമ്മുടെ നീഡ് എന്താണ്? വി ഹാവ് ടു തിങ്ക്. സോ വി ഹാവ് ടു ട്രാവൽ. നമുക്ക് സഞ്ചരിക്കാനാണ്, ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. നമ്മളെപ്പോഴും ഈ പറഞ്ഞ വാഹനത്തിനകത്തായിരിക്കില്ല. സോ ദാറ്റ് ഈസ് ബിക്കമിങ് എ സ്റ്റേറ്റസ് സിമ്പിൾ. അത് നമ്മുടെ ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് മാറുന്നു. സോ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ അവർ മൈൻഡ്. അപ്പം നമ്മൾ ആലോചിക്കുന്നു, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ എങ്ങനെയാണ് താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ വലതുവശത്തിരിക്കുന്ന ആളുടെ വീട്ടിൽ 2 കാറുണ്ട്. സോ ഐ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 or 3. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന മാനസികമായ നീഡുകൾ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ് ഓർ ദ മെൻ്റൽ നീഡ്സ്. സോ വി ഹാവ് ടു ഫൈൻഡ് ആൻ ആൻസർ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ? ഈസ് ഇറ്റ് എ ഡിസയർ ഓർ എ നീഡ്? ഇതൊരു ആവശ്യകതയാണോ അതോ ഇതൊരു ഡിസയർ ആണോ, ആഗ്രഹമാണോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു നോട്ട്. അപ്പം മെൻ്റൽ നീഡ്സിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. സോ മെനി പോയിന്റ്സ് ആർ കമ്മിങ് അണ്ടർ ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ് യു ക്യാൻ തിങ്ക് അബൌട്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉള്ള കാര്യങ്ങളിൽ കംഫർട്ടബിളായിരിക്കുക. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കലിംഗ യുദ്ധം ജയിച്ച അശോക ചക്രവർത്തിയുടെ കഥയെക്കുറിച്ച്. അപ്പോൾ കലിംഗ യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം കാണുന്ന കാഴ്ച, ഇപ്പോൾ കലിംഗം എന്ന് പറയുന്ന പ്രദേശം ആർക്കും കീഴ്പ്പെടുത്താനാവാതെ നിൽക്കുകയായിരുന്നു. കാരണം അത്രയേറെ സ്വാതന്ത്ര്യേച്ഛുക്കളായ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. മരണമാണ് പാരതന്ത്ര്യത്തിനേക്കാൾ വലുത് എന്ന് കണക്കാക്കിയിരുന്ന ആൾക്കാരായിരുന്നു കലിംഗത്തിലെ ജനവിഭാഗം. സോ അതുകൊണ്ട് അവർ ചെയ്തത് എന്തായിരുന്നു? അവർ മരണത്തിനെ സ്വീകരിച്ചു എന്നാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു രംഗം വിശദീകരിക്കുന്നു. അശോക ചക്രവർത്തി ഈ കലിംഗത്തിൻ്റെ യുദ്ധഭൂമിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു കിടക്കുന്നു. ഏതാണ്ട് അത്രയും ആൾക്കാർ, ആബാലവൃദ്ധം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ മരണാസന്നരായി കിടക്കും. അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ബാരൻ ലാൻഡ്, അല്ലെങ്കിൽ ഈ ഒരു ഊഷരമായ ഭൂമിയാണോ അശോകൻ കീഴ്പ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു വ്യക്തിയുടെയും മനസ്സിനെ കീഴ്പ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. പകരം ഒരു ലാൻഡ് അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ആ നിമിഷം അദ്ദേഹം മുട്ടുകുത്തി തറയിലേക്ക് ഇരിക്കുകയും മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ മനോഹരമായ ചന്ദ്രൻ്റെ പ്രകാശം അദ്ദേഹത്തിലേക്ക് ഒഴുകിയെന്നാണ്. ആ നിമിഷത്തിൽ അദ്ദേഹത്തിൽ അഹിംസ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രകൃതിയിലെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു എലമെൻ്റ് വിചാരിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ജീവിതം ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഒഴുകുന്ന പുഴ പോലെ കംഫർട്ടബിളായി പോകുന്ന ഒത്തിരി ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ മെൻ്റൽ നീഡ്സ് അത് നമ്മുടെ കയ്യിലാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ്. ഓക്കെ, ഇനി മെൻ്റൽ നീഡ്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ് നമ്മൾ കുറേ അതിലൂടെ കടന്നു പോകുമ്പോൾ വി വിൽ ബി തിങ്കിങ് അബൌട്ട് ദ ഇമോഷണൽ നീഡ്സ്, വൈകാരികമായ ആവശ്യകതകളെക്കുറിച്ച്. അപ്പോൾ യു നോ ദാറ്റ് വൺ, നിങ്ങളുടെ വൈകാരികമായ പ്രോബ്ലംസ്. ഇപ്പോൾ നിങ്ങൾ വളരെയേറെ ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് യു ആർ ഇൻ നീഡ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ടിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ് ദാറ്റ് ടൈം യു റിക്വയർ എ ഗുഡ് കൗൺസിലർ. ഇനി നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ്, അതായത് നിങ്ങൾക്ക് ഒരു ഒട്ടും നിങ്ങൾ റെസ്റ്റ്ലെസ് ആണ് എപ്പോഴും, അല്ലെ, നിങ്ങൾക്ക് ഒരു സമാധാനമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇഫ് യു ട്രൈ വിത്ത് എ പെറ്റ്, നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബി മോർ കംഫർട്ടബിൾ. അവിടെ നിങ്ങൾ കുറച്ചുകൂടി കംഫർട്ടായിരിക്കാൻ പറ്റും. അപ്പോൾ ദെൻ യു വിൽ ബി തിങ്കിങ് അബൌട്ട് യുവർ പാർട്ട്ണർ ഓഫ് യുവർ ലൈഫ്. എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ യുവർ ഇമോഷണൽ നീഡ്സ്. നിങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടെത്തും. സംടൈംസ് നിങ്ങൾക്ക് കിട്ടുന്ന ഫാമിലി ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, യുവർ എക്സ്പെക്ടേഷൻസ് വിൽ ബി ഹൈ ആൻഡ് നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മേ നോട്ട് ബി മാച്ചിങ് വിത്ത് ദാറ്റ് വൺ. അതുമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇമോഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള പല അബോർഡുകൾ നമ്മൾ സ്വീകരിക്കുന്നു, മറ്റുള്ള പല ഹാങ് ഔട്ട്സിലേക്ക് നമ്മൾ പോകുന്നു, മറ്റു പലതരത്തിലുള്ള സോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, ഇൻക്ലൂഡിങ് ലിക്കർ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. സോ ദെയർ ഓൾസോ വി ഹാവ് ടു തിങ്ക്. ഇമോഷണൽ നീഡ്സ് ആണ്, ഇമോഷണൽ ഡിസയേഴ്സ് അല്ല. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, അല്ലെ? നീഡ് എന്താണ്, അതുപോലെ തന്നെയാണ് ഡിസയർ എന്താണ്. അപ്പോൾ നമ്മളോടൊപ്പം താമസിക്കുന്ന ആളുകളെ കൂടി വി ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. നമ്മൾ അവരെ കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സിനെ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റും.
ഓക്കെ ഫൈൻ. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഇമോഷണൽ നീഡ്സിനെയും നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ സർപ്പാസ് ചെയ്യുന്നു. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് സോഷ്യൽ നീഡ്സ്. സാമൂഹികമായുള്ള ആവശ്യങ്ങൾ എന്താണ്? അപ്പോൾ ഒരു സമൂഹത്തിൽ എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള ഒന്നാണ് റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അറിയില്ല, നമ്മുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അറിയില്ല, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നറിയില്ല, എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല, നത്തിങ് വി നോ. നമുക്കിപ്പോൾ ആപ്പാടെ അറിയാമെന്നുള്ളത് ഈ ഒരു കാലം നമുക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ, അല്ലേ, ഭ്രമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിലാണ് ഞാനെന്ന് പറയുന്ന ഒരു ചെറിയ ഒരു വ്യക്തി. നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള സൊസൈറ്റീസാണ്, ഓരോരുത്തരും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഓരോ സമൂഹങ്ങളാണ്, ചെറു സമൂഹങ്ങളാണ് നാം. കാരണം ഈ പറയുന്ന എൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു, ധാരാളം ആളുകൾ താമസിക്കുന്നു. ഇപ്പോൾ ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് എ സൊസൈറ്റി, ഒരു മിനിയേച്ചർ സൊസൈറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വി ഹാവ് ടു സാറ്റിസ്ഫൈ സോ മെനി തിങ്സ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. വി ഡെയർ റിക്വയർ ഫോർ റെക്കഗ്നിഷൻ. ഒരാൾ നമ്മൾ തിരിച്ചറിയുന്നതിൽ, അംഗീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ അങ്ങേയറ്റം കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആൾക്കാരെ അംഗീകരിക്കുക. ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് അതേഴ്സ് പർപ്പസ്ലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ അംഗീകരിച്ച് തുടങ്ങുക, നമ്മളെയും അംഗീകരിക്കുക. അപ്പോൾ എല്ലാ ആളുകളുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിഷിങ് മെൻറ്റാലിറ്റി ഉണ്ട്. സോ പീപ്പിൾ ഷുഡ് ഹാവ് ടു റെക്കഗ്നൈസ് മീ, എന്നെ തിരിച്ചറിയണം. സോ ദാറ്റ് ഈസ് ദ ബേസിക് എലമെൻറ്റ് ഓഫ് സോഷ്യൽ നീഡ്സ്. ഇപ്പോൾ സാമൂഹികമായ ആവശ്യകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ റെക്കഗ്നിഷനാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മളിങ്ങനെ പുതിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇഫ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ കൂടെ കയറി വരുന്നു. ഞാനന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, ഇഫ് ഐ സ്റ്റഡീഡ് ബെറ്റർ അറ്റ് ദാറ്റ് ടൈം, ഞാൻ ആ ഒരു ജോബ് സെലക്ട് ചെയ്തിരുന്നു എങ്കിൽ, ഞാൻ ഇന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനായോ മകളായോ ജനിച്ചിരുന്നു എങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എങ്കിലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സോ ഹിയർ ഓൾസോ വി ഹാവ് ടു തിങ്ക്, ഇതിൻ്റെ എല്ലാം ആൻസർ ഈസ് വിത്തിൻ അസ്. ഇതിൻ്റെ എല്ലാം മറുപടി നമ്മുടെ ഉള്ളിലാണ്. എനിഹൗ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാഷൻ ഫോർ അസ്, സോഷ്യൽ നീഡ്സ്. സാമൂഹികമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക, നമ്മൾ ആദരിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക, ഇതെല്ലാം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ ദേ ഡു നോട്ട് നോ ഹൗ ടു ഹാപ്പൻസ്. അവിടെയാണ് പ്രോബ്ലം. സോ സോഷ്യൽ നീഡ്സും നമ്മൾ സർപ്പാസ് കഴിയുമ്പോൾ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ നീഡ്സ്. അപ്പോൾ ഇത്രയൊക്കെ ജീവിതത്തിൽ നേടിക്കഴിയുമ്പോൾ, ഞാൻ പണ്ട് വായിച്ചൊരു ചെറിയ കഥയുണ്ട്. ഒരാൾ ജനിച്ചു, അയാൾ വളരെ പൂറായുള്ളൊരു ഫാമിലിയിലാണ് ജനിച്ചത്. അയാൾ വളർന്നു. സോ ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ബിലോങ്ങിങ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് കുറേ പേരുണ്ട്. അപ്പോൾ ഈ ജീവിത സമരത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ജീവിത പോരാട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, വളരെ ഹാർഡ് വർക്ക് ചെയ്തു, നന്നായിട്ട് അധ്വാനിച്ചു, നല്ലൊരു ജോബ് കണ്ടെത്തി. ഈ കൂടെയുള്ള ആൾക്കാരെല്ലാം ഒരു ബെറ്റർ പ്ലേസുകളിലേക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തിന് അവരെ റീഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റി. കൂടെയുള്ള എല്ലാവരെയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് ഹി ഗോട്ട് മാരീഡ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു വീട് വെച്ചു, കംഫർട്ടബിളായി. ആൻഡ് ഹി ഹാഡ് ഹിസ് ഓഫ് സ്പ്രിങ്സ്. അദ്ദേഹത്തിന് മക്കളുണ്ടായി, അവരെയും നല്ല രീതിയിൽ പഠിപ്പിച്ചു, അവരെയും സെറ്റിലാക്കി. ദേ ഓൾസോ ഗോട്ട് മാരീഡ്. അല്ല, ഇതിനിടയിൽ അദ്ദേഹം റിട്ടയറായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലം ആരംഭിച്ചു. അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടായി, അവരെയും കളിപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പതുക്കെ ഈ സെൻസുകളെല്ലാം പിറകോട്ട് വരാൻ തോന്നി. ദൂരെ പൊക്കൊണ്ടിരുന്ന കണ്ണുകൾ അടുത്തേക്ക് വന്നു, ദൂരെ ഉണ്ടായിരുന്ന ചെവികൾ അടുത്തേക്ക് വന്നു തുടങ്ങി. വാർദ്ധക്യത്തിൻ്റെ അവശതകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഈസി ചെയറിൽ അദ്ദേഹം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഹി ഹാസ് നത്തിങ് ടു ഡു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ച ഒരു ചോദ്യമുണ്ട്. ഏതോ ഒരു നിമിഷത്തിൽ, വെളിച്ചം വന്നൊരു നിമിഷത്തിൽ അദ്ദേഹം ചിന്തിച്ചത്, ഇങ്ങനെ ഇരിക്കാനാണോ ഞാൻ ഈ ഓട്ടമെല്ലാം ഓടിയതെന്നാണ്. അപ്പോൾ ഇതിനെ പല മാനങ്ങളിൽ നമുക്ക് എടുക്കാം. പക്ഷേ സ്റ്റിൽ, അപ്പോൾ നമ്മൾ എൻഡ് ഓഫ് എ ജേണി, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യം ഓടുന്ന വ്യഗ്രത കുറച്ചൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ലോകപ്രശസ്ത ചിന്തകനും മാത്തമാറ്റീഷ്യനും ലൊജീഷ്യനും ഒക്കെ ആയ ബർട്രാൻഡ് റസൽ പറഞ്ഞിട്ടുണ്ട്, വി ഷുഡ് ഹാവ് ആൻ അവയർനെസ് ഓഫ് ദ എൻഡ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ഒരു ബോധമുണ്ടാകണം എന്നാണ്. സോ ഇഫ് യു ആർ അവെയർ ഓഫ് യുവർ ഡെത്ത്, യു വിൽ ബി ഏബിൾ ടു പ്ലാൻ യുവർ ലൈഫ് ഇൻ എ ബെറ്റർ സ്റ്റൈൽ. സോ ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ, തിയേറ്ററിലേക്ക് പുതിയൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മളെല്ലാം നല്ല എന്തൂസിയാസ്റ്റ് ആയിരിക്കും, ശരിക്കും ആവേശത്തോടെയൊക്കെ ആയിരിക്കും പോവുക. പക്ഷെ സിനിമ കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ആവേശം അപ്പോഴും ഉണ്ടാവില്ല. ഒരുതരം ഡിനൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരുതരം കറ്റാസ്ട്രഫി, അതിൻ്റെ പാഷൻ്റെ ഔട്ട് ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞു. സോ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ്.
അപ്പോൾ ഈ സോഷ്യൽ നീഡ്സ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു തുടങ്ങുന്നു, ആർ യു ഹാപ്പി? ഇതൊക്കെയാണോ ജീവിതം? ഇതെല്ലാമാണോ ജീവിതം? നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുമ്പോൾ, അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, മേ ബി ചിലപ്പോൾ അത് ആരുമായിട്ടെങ്കിലും കണക്ഷൻ ഉണ്ടാവും. എന്താണ് ജീവിതമെന്ന് ആലോചിക്കുമ്പോൾ സോ മെനി ഡെഫിനിഷൻസ് ആർ ദർ. പക്ഷേ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത മറുപടി, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന മറുപടി ഇതാണ്: ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ, ഓട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണോ അതാണ് ജീവിതം. നമ്മുടെ ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നെട്ടോട്ടപ്പെടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് എന്തൊക്കെയോ കൈമോശം വന്നു പോകുന്നു. ജീവിതത്തിൻ്റെ വളരെ മനോഹരമായ ചില നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ചീഫ് ഷീറ്റിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ പൈൻ മരങ്ങളുടെ സുഗന്ധം അറിഞ്ഞില്ല എങ്കിൽ, പുതുതായിട്ട് പെയ്യുന്ന ചാറ്റൽ മഴയുടെ ഗന്ധം നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ, തൊടിയിലെ കുളത്തിൽ തവളകൾ വിളിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ജീവിതമാണ് അനുഭവിച്ചതെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് വായിക്കാം. അപ്പോൾ നമ്മൾ പറയുന്നത്, ഈ പറയുന്ന സോഷ്യൽ നീഡ്സും കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം വാക്വം ഫോം ചെയ്യുന്നു, ഒരുതരം ശൂന്യത ഫോം ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ചിന്തിക്കുന്നു, ദാറ്റ് ഈസ് എ സ്പിരിച്വൽ നീഡ്. നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കരമായ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ദർ ഇസ് ആൻ എനർജി. ഇപ്പം നമ്മളെ തന്നെ തിരിച്ചറിയുന്ന നമ്മുടെ മൈൻഡാണോ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ, ബയോപ്ലാസ്മയാണോ? സോ ദർ ആർ ഡിഫറെൻറ്റ് ക്വസ്റ്റൻസ് ആൻഡ് ക്വറീസ്. പക്ഷേ എനിഹൗ വി തിങ്ക് ഈ ഒരു ആത്മാവ്, അല്ലെങ്കിൽ റൂഹ്, അല്ലെങ്കിൽ ബയോപ്ലാസ്മ, അല്ലെങ്കിൽ വൈറ്റൽ എനർജി, അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു ഊർജ്ജം ഉണ്ട് എന്ന് നമ്മൾ പറയും. സോ ആ ലെവലിൽ നിങ്ങൾ ഹാപ്പി ആണോ? ആ ലെവലിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ബൈബിളിൽ പറയുന്നുണ്ട്, ഒരുവൻ എന്ത് തന്നെ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയുന്നുണ്ട്. സോ നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഹാപ്പി ആണോ? നമുക്കറിയാം കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്, സ്പിരിച്വൽ ക്വസ്റ്റിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വലിയ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ദേ ആർ ഡെമി ഗോഡ്സ്, അല്ലേ, ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് ദ പീപ്പിൾ ആർ ഗോയിങ്, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അവരെ ആകർഷിക്കുന്ന ഘടകം എന്താണ്? പലയിടത്തും നമുക്കറിയാം, വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ, വലിയ വലിയ ബിസിനസ് മാഗ്നറ്റ്സ്, ഓൾ ദീസ് പീപ്പിൾ ആർ ഗോയിങ്. സമൂഹത്തിലെ വലിയ വലിയ ബിഗ് ഷോട്ട്സ്, ദേ ആർ ഗോയിങ്. വൈ? ബിക്കോസ് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഓൾ ദ അതർ നീഡ്സ് ദാറ്റ് ദേ ഹാവ് കം ത്രൂ. അവർ കടന്നു വന്ന ഇതിലൊന്നും അവർ ഹാപ്പി അല്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ സ്പിരിച്വൽ. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ് വൺ. ഇറ്റ്സ് എ ഹയർ തോട്ട്. അപ്പോൾ സിമ്പിൾ ലിവിങ് ആൻഡ് ഹയർ തോട്ട്സ് നമ്മൾ പറയുന്നൊരു കാര്യമാണ്. ഭാരതത്തിലെ ഋഷിവര്യന്മാരെ നോക്കിയാൽ അവർ നമുക്ക് തന്ന ജീവിത രീതി ഇതാണ്: സിമ്പിളായിട്ടുള്ള ലിവിങ്, വളരെ ലളിതമായുള്ള ജീവിതവും ഉന്നതമായ ചിന്തകളും. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കാണാൻ കഴിയുക. ഉന്നതമായ ജീവിതവും വളരെ ലളിതമായ ചിന്തകൾ. അപ്പോൾ നമുക്ക് വേണ്ടത് ഉന്നതമായ ചിന്തകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ കൂടി മുകളിലേക്ക്, ഉന്നതമായ ചിന്തകളിലേക്ക് നമ്മൾ വന്നെത്തുന്നു. സോ ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ നീഡ്സ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ മൂവിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ, അബോർഡുകളിൽ പോയി കഴിയുമ്പോഴും നമ്മൾ ഹാപ്പി ആവുന്നില്ല. ദെൻ വി വിൽ ബി തിങ്കിങ് അബൌട്ട് അവേഴ്സ്. വി ആർ തിങ്കിങ് അബൌട്ട് അവർ ഓൺ എക്സിസ്റ്റൻസ്. ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. ബൈബിളിൽ പറയുന്ന പോലെ ബാങ് ദ ഡോർ, മുട്ടുവിൻ തുറക്കപ്പെടും. അപ്പോൾ അതിൻ്റെ ഈ ഒരു അർത്ഥം നമുക്ക് എടുക്കാം. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് മുട്ടുക. വി ഹാവ് ടു ബാങ് ടു അവർ ഓൺ ഇന്നർ മൈൻഡ്. സോ ദർ വി ക്യാൻ സീ ദ ആൻസർ. നമുക്കതിൻ്റെ മറുപടി കാണാൻ പറ്റും. ഹു ആം ഐ? ഞാൻ ആരാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. യു ഹാവ് ടു റിയലൈസ് ഹു യു ആർ. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ ഏതൊരു ജീവജാലത്തിനെ പോലെയും നിങ്ങളും എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചത്തിൻ്റെ അവകാശിയാണ്. നിങ്ങളും ഈ പ്രപഞ്ചത്തിലെ ഒരു ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ്, ഒരു ഗ്രേറ്റ് പ്രസൻസ് ആണ്. യു ആർ എ ബ്ലെസ്ഡ് വൺ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് സെൽഫ് ആക്ച്വലൈസേഷൻ. രാമായണ കഥാകാരനായ വാൽമീകി മഹർഷി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളനായിരുന്നു. ആ ഒരു ഡെമണിക് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഹി ട്രാൻസ്ഫേർഡ് ഹിംസെൽഫ് ടു എ ബെറ്റർ ഹ്യൂമൻ ബീങ്, ടു ദ ഹയർ ലെവൽസ് ഓഫ് ലൈഫ്, ബിക്കോസ് ഹി ഹാഡ് ദിസ് ക്വസ്റ്റൻ ഇൻ ഹിസ് മൈൻഡ്, ഹു ആം ഐ? ഞാൻ ആരാണ്? കഠോപനിഷത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കഠോപനിഷത്തിൽ നചികേതസ് മരണത്തിൻ്റെ രഹസ്യം അന്വേഷിച്ച് പോകുന്നു. പല സ്ഥലങ്ങളിൽ പോയിട്ടും അദ്ദേഹത്തിന് മറുപടി കിട്ടിയില്ല. നചികേതോ മരണം മാനുപ്രാക്ഷി എന്നുള്ള മറുപടിയാണ് കിട്ടിയതാണ്. നചികേതസെ, മനുഷ്യന് അറിയാനുള്ളതല്ല മരണം. പക്ഷെ സ്റ്റിൽ അദ്ദേഹം ആ ഒരു ചോദ്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ പിറകെയായിരുന്നു എന്നാണ്. അപ്പോൾ കണ്ടുപിടിക്കാം. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ് വേണം, ഞാൻ ആരാണ്? അപ്പം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ കൈകൾ, എൻ്റെ കാല്, എൻ്റെ ശിരസ്, എൻ്റെ വയറ്, എൻ്റെ ശബ്ദം, എൻ്റെ വികാരങ്ങൾ, എൻ്റെ രൂപം, എൻ്റെ ചിന്തകൾ,
എൻ്റെ ഡ്യൂട്ടി, ഓൾ ദീസ് തിങ്സ് ആർ ദെയർ, ദെൻ ഹൂ ആം ഐ, ഞാൻ ആരാണ്? സോ വി ഹാവ് ടു സ്റ്റാർട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ്. എപ്പോഴും ചിന്തിക്കേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ വി ഹാവ് ടു സിംപ്ലി തിങ്ക് ദാറ്റ്, ബട്ട് ഞാൻ ആരാണ്? ക്യാൻ യു സാറ്റിസ്ഫാക്ടറിലി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? മറ്റാരെങ്കിലും ആരാണെന്ന് ചോദിച്ചാൽ വി ഹാവ് പ്ലെൻറ്റി ഓഫ് ആൻസേഴ്സ്. ഇപ്പോൾ സെൻ ബുദ്ധമതത്തിലൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. യു ടേക്ക് എ മിറർ, നിങ്ങൾ അതിലേക്ക് നോക്കിയിട്ട് യു ജസ്റ്റ് കണ്ടിന്യൂസ്ലി ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ആരാണ്? അപ്പോൾ ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിങ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. ആൻഡ് വൺസ് യു ആർ ഗെറ്റിംഗ് ദ ആൻസർ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പിന്നെ ഒരു സാധാരണ മനുഷ്യനല്ല, യു ആർ ബിക്കമിങ് ആൻ എൻലൈറ്റഡ് ബീയിങ്. ഇപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ലൈഫ് ജീവിക്കുന്ന ഒരാളാണ്. ദെൻ യു ആർ ഗെറ്റിംഗ് great experiences, the peak experiences of your life, or you are becoming the excellent one. You are getting the plenty, the abundance of great excellent experiences. So you are experiencing excellence at that time. ആ സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഇത് പറയാൻ ഞാൻ ആളല്ല, സോ ഐ ഹാവ് read from many sources and I have come across so many people who are living in this level. അപ്പോൾ ചിലപ്പോൾ അതൊരു സാധാരണക്കാരന ഒരാളായിരിക്കും, വളരെ സാധാരണക്കാരന ഒരാളായിരിക്കും, പക്ഷേ ഹിസ് ഹൈലി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ലിവിങ്. അക്കിറ കുറസോവ എന്ന വിശ്വപ്രസിദ്ധനായ ജാപ്പനീസ് സംവിധായകൻ്റെ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ഫിലിംസ് ഉണ്ട്. ഒരു ഫിലിമിനകത്തിന് 7 സെഗ്മെൻറ്റ് വരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ദ വില്ലേജ് ഓഫ് ദ വാട്ടർ മിൽസ് എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിൽ വൃദ്ധനായ ഒരു വ്യക്തിയുണ്ട്. 102 വയസ്സ് കഴിഞ്ഞ് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഒരാൾ. So he is experiencing the great contentment, അല്ലെ, അങ്ങനെ അറ്റത്തെ സന്തോഷം അറിഞ്ഞ് ജീവിക്കുന്ന ഒരാൾ. So we can wait for such a kind of great excellence in our life. So that is the top of living or the zenith of living. അവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ദാറ്റ് ഇസ് എ പിനാക്കിൾ. ഏറ്റവും ശ്രേഷ്ഠമായ ആ പൊസിഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. താങ്ക് യു.